ഫെയർ കോഡിൻ്റെ ഒരു ജേണി ശരിക്കും 2020 നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. 2020 ഫെബ്രുവരിയിൽ ഞങ്ങൾ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. സർവീസ് സ്റ്റാർട്ടപ്പുകൾക്ക് കേരള ഗവൺമെൻറ് സ്റ്റാർട്ടപ്പ് മിഷൻ വഴി സർവീസസ് പ്രോജക്റ്റുകൾ, അതായത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രൊജക്റ്റുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് മുന്നേ അറിയാവുന്ന ഒരു കാര്യമാണ്. സിസ്റ്റം മാറ്റി കൊടുത്തു. അപ്പോൾ ആ സമയത്താണ് കേരള സ്റ്റേറ്റ് ബീവറേജ് കോർപ്പറേഷൻ ഒരു പ്രൊജക്റ്റുമായിട്ട് വരുന്നത്. നമുക്ക് കോവിഡിൻ്റെ സിറ്റുവേഷനിൽ നമുക്ക് സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ചുകൊണ്ട് മദ്യം എങ്ങനെ വിൽക്കാം, അപ്പോൾ അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കേരളത്തിലെ ഏതെങ്കിലും സ്റ്റാർട്ടപ്പ് വഴി നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഇതായിട്ട് വരുന്നത്. കേരളത്തിലും അതുപോലെ തന്നെ ഞങ്ങളുടെ കമ്പനിയുടെ ചരിത്രത്തിനകത്തും വലിയ സംഭവമായി മാറിയ ബേക്യൂ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ ഡെവലപ്മെൻറ്റും റിലീസും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ഒരുപാട് നമുക്കറിയാലോ, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് നമുക്ക് മാർക്കറ്റിംഗ് ലഭിക്കും. രണ്ടാണെങ്കിലും മാർക്കറ്റിംഗ് ആണെന്നാണ് ഈ മാർക്കറ്റിംഗ് ഫീൽഡിലെ ആളുകൾ പിന്നീട് ഞങ്ങളെടുത്ത് പറഞ്ഞത്. അന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഒരു സർവീസ് സ്റ്റാർട്ടപ്പായി തുടങ്ങിയ സ്ഥാപനം ഫെയർ കോഡ് ഇന്ന് 15 വർഷം പിന്നിടുമ്പോൾ ആധുനിക ലോകത്തെ സാങ്കേതിക മാറ്റങ്ങളൊക്കെ ഒപ്പം കണ്ടുകൊണ്ട് അതോടൊപ്പം വളർന്ന ഒരു സ്ഥാപനം. ഫെയർ കോഡിൻ്റെ ഫൗണ്ടറും ചീഫ് ടെക്നോളജി ഓഫീസറുമായ രജിത് രാമചന്ദ്രൻ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. സർ, നമസ്കാരം. നമസ്കാരം. ഞാൻ പറഞ്ഞതുപോലെ 2010 തുടങ്ങിയ, അതും ഒരു സർവീസ് സ്റ്റാർട്ടപ്പായി തുടങ്ങിയ ഫെയർ കോഡിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ എപ്പിസോഡ് തുടങ്ങാം. തീർച്ചയായിട്ടും. 2010 ഞങ്ങൾ ഫെയർ കോഡ് എന്ന പേരിലായിരുന്നില്ല, വൈവോ എൻ്റർപ്രൈസസ് എന്നുള്ള പേരിലായിരുന്നു കമ്പനി ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. വൈവോ എൻ്റർപ്രൈസസ്. അപ്പോൾ അതിനകത്തു നിന്നുള്ള ഒരു പാർട്ണർ, ഞങ്ങൾ 4 പേര് ഒരു കോളേജിൽ പഠിച്ച ആളുകളാണ് ഈ കമ്പനിയുടെ ഫൗണ്ടേഴ്സായിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഒരാൾ മാറി 2019 നമ്മൾ ഫെയർ കോഡ് എന്നുള്ള രീതിയിലേക്ക് റീബ്രാൻഡ് ചെയ്ത് പുതുതായിട്ടൊരു പാർട്ണർ വന്നപ്പോൾ 2020 ഫെബ്രുവരിയിലാണ് ആക്ച്വലി ഫെയർ കോഡ് എന്നുള്ള പേരിൽ നമ്മൾ കമ്പനി ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തത്. 2020 ഫെബ്രുവരിയിൽ. ഇപ്പോൾ ഒരു 6 വർഷം. നമ്മുടെ കൊറോണയുടെ ജസ്റ്റ് മുന്നെയാണ് ഞങ്ങൾ 6 വർഷമായി. അതെ, ഫെയർ കോഡ് വന്നിട്ട് 6 വർഷമായി ആയിരിക്കുന്നത്. അപ്പോൾ ഫെയർ കോഡിൻ്റെ ഒരു ജേണി ശരിക്കും 2020 നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. 2020 ഫെബ്രുവരിയിൽ ഞങ്ങൾ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് നമ്മൾ സർവീസ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ US ക്ലയൻസ്, ഒരു 3 US ക്ലയൻസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഓൾറെഡി. അന്ന് ഞങ്ങളൊരു 16 പേരുള്ളൊരു ടീമായിട്ടായിരുന്നു. അതെ, 3 ക്ലയൻസ് ഉണ്ടായിരുന്നു. ആ പഴയ കമ്പനിയുടെ ക്ലയൻസ് തന്നെ ഞങ്ങൾ ആ ക്ലയൻസിനെയും അതുപോലെ തന്നെ അതിലത്തെ എംപ്ലോയീസിനെയും എല്ലാം ഓൺ ബോർഡ് ചെയ്തിട്ടാണ് പുതിയ കമ്പനിയിലേക്ക് മാറുന്നത്. അപ്പോൾ 2020 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 3 ക്ലയൻസ് ഉണ്ടായിരുന്നു. ആ ഒരു ഉറപ്പിലാണ് ശരിക്കും ഈ കമ്പനിയിലേക്ക് നമ്മൾ മൂവ് ഫോർവേഡ് ചെയ്യുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ കൊറോണ വന്നു, ലോക്ക്ഡൗൺ വന്നു. ആക്ച്വലി ഞങ്ങളുടെ 3 ക്ലയൻസിൽ 2 ക്ലയൻസും സംതിങ് ലൈക്ക് അവരുടെ എക്സ്പോർട്ട് ഓർ ട്രാവൽ ഓർ സംതിങ് ലൈക്ക് അവർക്ക് കോവിഡ് വന്ന റെസ്ട്രിക്ഷൻസിനകത്ത് ബിസിനസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലുള്ള ബിസിനസ്സുകളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് അതിനകത്തു നിന്നുള്ള റവന്യൂസ് കുറഞ്ഞു. ആ സമയത്താണ് ശരിക്കും കേരളത്തിൽ സ്റ്റാർട്ടപ്പുകൾക്ക് 2020 നമ്മൾ പുതിയ കമ്പനി രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനി ഫെയർ കോഡ് എന്ന് പറയുന്ന കമ്പനി അന്ന് സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സർവീസ് സ്റ്റാർട്ടപ്പുകൾക്ക് കേരള ഗവൺമെൻറ് സ്റ്റാർട്ടപ്പ് മിഷൻ വഴി സർവീസസ് പ്രോജക്റ്റുകൾ, അതായത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രൊജക്റ്റുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് മുന്നേ അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങൾ 2020 ഏപ്രിൽ ലാസ്റ്റിലാണ് നമ്മളുടെ കൊറോണ റെസ്ട്രിക്ഷൻസ് കുറച്ച് മാറി മെയ് ആദ്യവാരത്തിൽ ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് എനിക്ക് തോന്നുന്നു ഇവിടെ മദ്യശാലകൾ തുറക്കാം, മദ്യം വിൽക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു ഇതെല്ലാം റെസ്ട്രിക്ഷൻ മാറ്റി കൊടുത്തത്. അപ്പോൾ ആ സമയത്താണ് കേരള സ്റ്റേറ്റ് ബീവറേജ് കോർപ്പറേഷൻ ഒരു പ്രൊജക്റ്റുമായിട്ട് വരുന്നത്. നമുക്ക് കോവിഡിൻ്റെ സിറ്റുവേഷനിൽ നമുക്ക് സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ചുകൊണ്ട് മദ്യം എങ്ങനെ വിൽക്കാം, അപ്പോൾ അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കേരളത്തിലെ ഏതെങ്കിലും സ്റ്റാർട്ടപ്പ് വഴി നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഇതായിട്ട് വരുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഈ സ്റ്റാർട്ടപ്പ് ആസ് എ ഗവൺമെൻറ് ആസ് എ മാർക്കറ്റ് പ്ലേസ് എന്ന പോർട്ടലിൽ വന്ന ഒരു പ്രൊജക്റ്റ് ഞങ്ങൾ പിച്ച് ചെയ്തു. കാരണം ഞങ്ങൾക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്, ഞങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക് ആൻഡ് ഹൈ വോളിയൂംസ് യൂസേഴ്സിനെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള പരിചയം ഓൾറെഡി ഉണ്ട്. കാരണം US ക്ലയൻസിന് വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം അത്തരം ആക്ടിവിറ്റികളായിരുന്നു. ആസ് എ ചീഫ് ടെക്നോളജി ഓഫീസർ ഞങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക് ആൻഡ് ഹൈ പെർഫോമൻസുള്ള അപ്ലിക്കേഷൻസ് ചെയ്തിട്ടുള്ള പരിചയമുണ്ട്, സ്കേലബിൾ ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ചെയ്തിട്ടുള്ള പരിചയമുണ്ട്. അപ്പോൾ നമുക്കറിയാം കേരള സ്റ്റേറ്റ് ബീവറേജ് കോർപ്പറേഷൻ അതിൻ്റെ
കസ്റ്റമേഴ്സ് ആരൊക്കെയെന്ന് അറിയാം, അതിൻ്റെ വോളിയം അറിയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫെയർ കോഡിൻ്റെ ജേണിയിൽ ഫസ്റ്റ് പ്രൊജക്റ്റ് അതും കേരളത്തിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ അതും ഇത്ര ലാർജ് സ്കെയിൽ അവർ പറഞ്ഞത് 35 ലക്ഷം കൺസ്യൂമേഴ്സ് ഉണ്ടാവും എന്ന രീതിയിലാണ് പറഞ്ഞത്. അതായത് മന്ത്ലി അല്ലെങ്കിൽ ഡെയിലി അവരുടെ ഒരു ആവറേജ് കണക്കെല്ലാം എടുത്ത് ഡെയിലി ഒരു 7 lakhs കൺസ്യൂമേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ വിഷു, ഓണം അല്ലെങ്കിൽ ക്രിസ്മസ് പോലെ ന്യൂ ഇയർ പോലുള്ള സമയങ്ങളിലെല്ലാം 15 ലക്ഷം രൂപ 15 ലക്ഷം വരെ വരും. അതുപോലെ തന്നെ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ 1.5 മാസത്തോളമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. ആ സമയത്തൊരു മാക്സിമം പീക്ക് ഒരു 35 lakhs ഒക്കെ വരുമെന്ന രീതിയിൽ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ പ്രൊജക്റ്റിലേക്ക് പിച്ച് ചെയ്യുന്നത്. കാരണം വെച്ചാൽ വലിയ ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ഒരു യൂസർ ബേസുള്ള ഒരു ആപ്ലിക്കേഷൻ ചെയ്യാന്ന് പറയുന്നത് ഏത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു IT കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഡ്രീമാണ്. സോ അതിനുള്ളൊരു അവസരം എന്നുള്ള രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്തു. അതിനകത്ത് ഫസ്റ്റ് എനിക്ക് തോന്നുന്നു 31 കമ്പനികളോ മറ്റുമാണ് അപ്ലൈ ചെയ്തത്. അതിനകത്ത് 5 കമ്പനികളെ ടെക്നിക്കൽ പ്രൊപ്പോസൽ ഞാൻ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ 5 കമ്പനികളെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. 5 കമ്പനികൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ടെക്നിക്കലായിരുന്നു ആദ്യം. ടെക്നിക്കലിന് 70% വെയിറ്റേജും 30% ഫിനാൻഷ്യൽ പ്രൊപ്പോസലിൻ്റെ വെയിറ്റേജും വെച്ചിട്ടാണ് ഈ സ്റ്റാർട്ടപ്പ് മിഷൻ വഴി ഈ പ്രോജക്റ്റുകളെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തു. അതിനകത്ത് ഫിനാൻഷ്യൽ പ്രൊപ്പോസലും കൊടുത്തപ്പോൾ ആക്ച്വലി ഞങ്ങളായിരുന്നു നമ്പർ 1. ഞങ്ങൾക്ക് പ്രൊജക്റ്റ് അവാർഡ് ചെയ്തു. പിന്നെ നടന്നത് ആക്ച്വലി കേരളത്തിലും അതുപോലെ തന്നെ ഞങ്ങളുടെ കമ്പനിയുടെ ചരിത്രത്തിനകത്തും വലിയ സംഭവമായി മാറിയ ബേക്യൂ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ ഡെവലപ്മെൻറ്റും റിലീസും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അതിനകത്ത് ഒരുപാട് നമുക്കറിയാലോ, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് നമുക്ക് മാർക്കറ്റിംഗ് ലഭിക്കും. രണ്ടാണെങ്കിലും മാർക്കറ്റിംഗ് ആണെന്നാണ് ഈ മാർക്കറ്റിംഗ് ഫീൽഡിലെ ആളുകൾ പിന്നീട് ഞങ്ങളെടുത്ത് പറഞ്ഞത്. അന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ബട്ട് ഞങ്ങൾക്കതിൽ എനിക്ക് തോന്നുന്നു 90-95% പോസിറ്റീവായിട്ടുള്ള രീതിയിലേക്ക് നമുക്കതിനെ ഫ്യൂച്ചറിലും മാറ്റാൻ പറ്റി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേറെ ഒരുപാട് പ്രൊജക്റ്റുകൾ ഇപ്പോൾ ഗവൺമെൻറ് ഫീൽഡിൽ നിന്ന് തന്നെ ഇപ്പോൾ ഞങ്ങൾ 5 ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രൊജക്റ്റുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ KSEB എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, KSEBയുടെ ആക്ച്വലി KSEB ഈ ബിവറേജ് കോർപ്പറേഷനൊക്കെ കൂടുതൽ കേരളത്തിലെ കൺസ്യൂമേഴ്സുകളാണ്. കേരളത്തിൽ KSEB മാത്രമാണല്ലോ വൈദ്യുതി വിതരണം ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ ഗാർഹിക വ്യവസായ ഉപഭോക്താക്കളെല്ലാം കൂടി എനിക്ക് തോന്നുന്നു 1,38,00,000 മറ്റോ കൺസ്യൂമേഴ്സുള്ള അവരുടെ ഇപ്പോൾ ആക്ച്വലി ബിവറേജ് കോർപ്പറേഷനൊക്കെ കൂടുതൽ കൺസ്യൂമേഴ്സുള്ള ഒരു ആപ്ലിക്കേഷൻ ഞങ്ങളിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആളുകൾക്ക് ചിലപ്പോൾ പറഞ്ഞാൽ ബേക്ക് മാത്രമേ അറിയുള്ളൂ എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ KSEBയുടെ പ്രോജക്റ്റ് ചെയ്തു, അതുപോലെ ആയുഷ് മിഷൻ്റെ പ്രോജക്റ്റ് ചെയ്തു, അതുപോലെ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രോജക്റ്റ് ചെയ്തു. അങ്ങനെ പിന്നെ നമ്മൾ 2 ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. വയനാടും ഇടുക്കി ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ ഫെയർ കോഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ഞങ്ങൾ 16 പേരായിട്ട് തുടങ്ങിയ കമ്പനി ഇപ്പോൾ 142 പേരുള്ള ഒരു കമ്പനിയാണ് ഇപ്പോൾ ഞങ്ങൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2010 തുടങ്ങി. അതെ, ഇപ്പം സക്സസ്ഫുൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ സാർ, നമുക്ക് ഓഡിയൻസിന് വേണ്ടിയിട്ട് ERP അങ്ങനെ അറിയാത്ത ആളുകളും ഉണ്ട്. അറിയാത്ത നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ERPയെ കുറിച്ചിട്ടൊന്ന് പറയൂ. യെസ്, ഷുവർ. ഞാനിതിൻ്റെ ഇപ്പോൾ നേരത്തെ പറഞ്ഞു വെച്ച അതിൻ്റെ ബാക്കിയായിട്ട് പറയാം. അതായത് 2020 ഞങ്ങൾ ഈ ബേക്യൂ ആപ്ലിക്കേഷൻ റിലീസ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റി ഞങ്ങൾ ചെയ്യാതെ തന്നെ നമ്മൾക്കൊരുപാട് ആക്ടിവിറ്റികൾ നടന്നു. അതിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളിലും നമ്മൾ ആസ് എ IT സ്റ്റാർട്ടപ്പാണ്, IT സർവീസസ് ചെയ്യുന്ന ആളുകളാണ്. ഇതൊക്കെ വലിയൊരു ലാർജ് സ്കെയിൽ നെറ്റ്വർക്കിലേക്കുള്ള ഒരു വലിയ ന്യൂസായിട്ട് മാറിയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഒരുപാട് പ്രൊജക്റ്റ് റിക്വസ്റ്റുകൾ വരാൻ തുടങ്ങി. അപ്പോൾ അതിലത്തെ പല പ്രൊജക്റ്റുകളും നമ്മൾക്ക് ഇപ്പോൾ ഒരു HR മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിൻ്റെ റിക്വയർമെൻ്റ് ആയിരിക്കും. ഞങ്ങൾക്കറിയാതെ HR മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിൻ്റെ റിക്വയർമെൻ്റ് ആണെന്ന്. അതുപോലെ നമ്മൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് CRM എന്ന് നമ്മൾ പറയില്ലേ, CRMൻ്റെ റിക്വയർമെൻ്റ് ആയിട്ട് വരും. ചില ആളുകൾക്ക് വേണ്ടത് ഫിനാൻസിൻ്റെ എന്തെങ്കിലും ഒരു മൊഡ്യൂളാണ്. ചില ആളുകൾക്ക് വേണ്ടത് ഇ-കൊമേഴ്സിൻ്റെ എന്തെങ്കിലും മൊഡ്യൂളുകളായിരിക്കും. ചില ആളുകൾക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു വെയർഹൗസ് മാനേജ്മെൻ്റ് ആയിരിക്കും. ചില ആളുകൾക്ക് വേണ്ടത് ഫ്ലീറ്റ് മാനേജ്മെൻ്റ് ആയിരിക്കും. അവർക്ക് കുറേ വെഹിക്കിൾസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് റിക്വയർമെൻറ്റ്സുകൾ ഞങ്ങൾക്ക് വന്നു. ഈ റിക്വയർമെൻറ്റ്സ് വന്നപ്പോൾ ആക്ച്വലി അന്ന് ഞങ്ങൾക്ക് കസ്റ്റം ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റാണ് ഞങ്ങൾക്ക് അറിയാവുന്നത്. അതായത് ഒരു ആപ്ലിക്കേഷൻ്റെ റിക്വയർമെൻറ്റ് ഒരു ക്ലയൻറ്റ് അടുത്തുനിന്ന് വാങ്ങിച്ചിട്ട് അത് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാനുള്ള സ്കിൽ സെറ്റ് ഞങ്ങൾക്കുണ്ട്. അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള പ്രൊപ്പോസൽസ് കൊടുത്തു. ഇതിനകത്ത് നമ്മൾ പ്രൊപ്പോസൽ ഇപ്പോൾ ഒരു 300 പ്രൊപ്പോസൽസ് നമ്മളൊരു വിത്തിൻ 3 months കൊണ്ട് കൊടുത്തുവെങ്കിൽ അതിനകത്ത് ആക്ച്വലി 99% പ്രൊപ്പോസൽസും നമുക്ക് ഈ പറയുന്ന ഫിനാൻഷ്യൽ പ്രൊപ്പോസലിൻ്റെ ഭാഗത്ത് ബഡ്ജറ്റ് കൂടുതലാണെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഞങ്ങൾക്കറിയാം ഈ പറയുന്ന CRM ആണെങ്കിലും HR മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആണെങ്കിലും നമ്മളുടെ ഈ ഫിനാൻസ് ആണെങ്കിലും ഇ-കൊമേഴ്സ് ആണെങ്കിലും വെയർഹൗസ് മാനേജ്മെൻറ്റ്, ഫ്ലീറ്റ് മാനേജ്മെൻറ്റ്, ഇതെല്ലാം ഒരു പാർട്ട് ഓഫ് ഒരു ERP ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊരു ERPയുടെ മൊഡ്യൂൾസാണ് ആക്ച്വലി. അപ്പോൾ ഞങ്ങൾ ഓപ്പൺ സോഴ്സ് പ്രൊമോട്ട് ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ ടീമും ഓപ്പൺ സോഴ്സ് ഡെവലപ്പേഴ്സാണ്. അപ്പോൾ ഓപ്പൺ സോഴ്സ് ടെക്നോളജീസിലാണ് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഓപ്പൺ സോഴ്സിൽ നമുക്ക് ഏത് ERP നമുക്ക് ചെയ്യാം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിലാണ് 2021 മാർച്ചിലാണ് ആക്ച്വലി ERP നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്പൺ സോഴ്സ് ERP
ഞങ്ങൾ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രയൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ERP എന്ന് പറയുന്നത് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്, അതാണ് ERPയുടെ ഫുൾ ഫോം. ERP എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ ലാർജ് സ്കെയിൽ എൻ്റർപ്രൈസസിനകത്തോ അല്ലെങ്കിൽ ഈവൻ സ്മോൾ സ്കെയിൽ എൻ്റർപ്രൈസസിനകത്തോ ആ സ്ഥലങ്ങളിലെല്ലാം റിസോഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ഒരു കമ്പനിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. അപ്പോൾ ഈ റിസോഴ്സിനെ നമ്മൾ എഫക്റ്റീവായിട്ട് പ്ലാൻ ചെയ്ത് മാനേജ് ചെയ്യാനും ഇപ്പോൾ റൈറ്റ് നൗ ഇപ്പോൾ അത് വലിയ അനലറ്റിക്കൽ സ്പേസിലേക്ക് കൊണ്ടുപോകാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ശരിക്കും ERP. അപ്പോൾ നമുക്ക് ആദ്യം റിസോഴ്സസ് എന്താണെന്നുള്ളത് ആളുകൾക്ക് മനസ്സിലായാണ്, എങ്ങനെയാണത് മാനേജ് ചെയ്യുക, എന്തിനു വേണ്ടിയിട്ട് ഏതൊക്കെ ഭാഗങ്ങളിൽ നമുക്ക് ERP ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം സ്വാഭാവികമായിട്ടും എല്ലാ കമ്പനിക്കകത്തും ഉണ്ടാവുക ഹ്യൂമൻ റിസോഴ്സസ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഹ്യൂമൻ റിസോഴ്സിൻ്റെ അയാളുടെ സമയം, അയാൾ എന്തൊക്കെ ടാസ്കുകൾ ചെയ്യുന്നു, അയാൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, അയാളെ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യേണ്ടത്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെ റിസോഴ്സ് എന്ന് പറയുന്നതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സംഭവം എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സാണ്. ഹ്യൂമൻ റിസോഴ്സ് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കമ്പനിയിൽ മെഷീനറീസ് ഉണ്ടാവും, അത് റിസോഴ്സാണ്. ഒരു കമ്പനിയിൽ വെഹിക്കിൾസ് ഉണ്ടാവും, അത് റിസോഴ്സാണ്. ഒരു കമ്പനിയിൽ റോ മെറ്റീരിയൽസ് ഉണ്ടാവും, അത് റിസോഴ്സസാണ്. ഇപ്പോൾ നമ്മളുടെ കയ്യിലിരിക്കുന്ന പണം റിസോഴ്സാണ്, നമ്മളുടെ സമയം റിസോഴ്സാണ് ശരിക്കും. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന റിസോഴ്സാണ്. അപ്പോൾ ഇങ്ങനത്തെ റിസോഴ്സസിനെയെല്ലാം ഒരു കമ്പനിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാവിധ റിസോഴ്സസിനെയും നമ്മൾ എങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് വളരെ സയൻറ്റിഫിക്കായിട്ട് ചെയ്ത് നോക്കി അതിനകത്ത് റിസൾട്ട് ഈ പറയുന്ന റിസർച്ചുകൾ നടത്താം, അതിൻ്റെ മുകളിൽ ഡെവലപ്മെൻറ്റ്സ് നടത്താം, വാട്ടവർ ആ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമ്മളുടെ ബിസിനസ്സിന് ഏറ്റവും ഒപ്റ്റിമൈസ്ഡ് ആവുന്ന രീതിയിൽ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഒരു കമ്പനിക്കകത്ത് നടത്തി കഴിഞ്ഞാൽ ദെൻ അവിടെ എല്ലാവർക്കും അറിയാലോ, ഈ ബിസിനസ് നടത്തുന്നത് പ്രോഫിറ്റ് സെൻട്രിക് ആയിട്ടാണ്. നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്ന മേഖലയ്ക്കകത്ത് എഫക്റ്റീവായിട്ട് റിസോഴ്സസിനെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള യൂസേജിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ERPയുടെ ടാർഗറ്റ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന HR പ്ലസ് പേറോൾ മോഡ്യൂൾ, അറ്റൻഡൻസ് മാനേജ്മെൻറ്റ്, അങ്ങനത്തെ മോഡ്യൂളുകൾ നമ്മൾ ഉപയോഗിക്കും. നമ്മുടെ കമ്പനിയുടെ എംപ്ലോയീസ് അല്ലാതെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ വെൻഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ വെൻഡേഴ്സിനെ എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ക്ലയൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു നമ്മുടെ റിസോഴ്സാണ്. അത് നമ്മൾ എഫക്റ്റീവായിട്ട് എങ്ങനെ ക്ലയൻറ്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അവിടെയാണ് ഈ CRM എന്ന് പറയുന്ന മോഡ്യൂളിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് വരുന്നത്. ഒരു ക്ലയൻറ്റ്, ഒരു കസ്റ്റമറിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അത്തരം മേഖലയ്ക്കകത്ത് ഇപ്പോൾ ഫിനാൻസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കമ്പനിക്കകത്ത് മാനേജ് ചെയ്യേണ്ടത്. അപ്പോൾ ഫിനാൻസ് മാനേജ് ചെയ്യാൻ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായമില്ലാതെ ഇന്ന് ഫിനാൻസ് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് എഫക്റ്റീവായിട്ട് എന്ത് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിലും ടെക്നോളജിയുടെ സംവിധാനം ആളുകൾക്ക് ഇപ്പോൾ അത്യന്താപേക്ഷിതമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളിലായിരിക്കും ഈ ERPക്കകത്ത് റെലവൻസ് വരുന്നത്. ഇതിനകത്തുള്ള ഓരോ മോഡ്യൂളുകൾ എടുത്താലും ആ മോഡ്യൂൾ ഏറ്റവും ബെസ്റ്റായിട്ട് എങ്ങനെ യൂസ് ചെയ്യുന്നു, ഒരു കമ്പനിയിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ കമ്പനിയുടെ സക്സസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതായിട്ട് വരിക. നമുക്കറിയാലോ, പോസ്റ്റ് കൊറോണ ഒരു സെനാരിയോയ്ക്കകത്ത് ടെക്നോളജി ഇല്ലാതെ ബിസിനസ് റൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതിലേക്ക് മാറി. കാരണം വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങൾ കൊണ്ടാണത്. അത് ചില സംഭവങ്ങൾ നമ്മൾ റിമോട്ടായപ്പോൾ നമുക്ക് ടെക്നോളജി ഉപയോഗിക്കേണ്ടി വന്നു. നമുക്ക് ഈവൻ നേരിട്ട് മീറ്റ് ചെയ്യുന്ന ആളുകൾ ഓൺലൈൻ മീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ടെക്നോളജിയുടെ ഒരു സാധനമുണ്ട്. അപ്പോൾ അതുപോലത്തെ അത് ചെറിയ കാര്യങ്ങളാണ്. അതുപോലെ ടെക്നോളജിയുടെ സഹായം ഇല്ലാതെ നമുക്കൊരു ബിസിനസ് റൺ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ടെക്നോളജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ്സിനകത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും എന്ന് ബിസിനസ് ഓണേഴ്സ് റിയലൈസ് ചെയ്തപ്പോഴാണ് ERP ഇംപ്ലിമെൻറ്റേഷൻസ് കൂടുതൽ നന്നായിട്ട് നടക്കാൻ തുടങ്ങിയത്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്തെല്ലാം ERP എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ERPയുടെ ഫോം പോലും അറിയാത്ത ബിസിനസ് ഓണേഴ്സ് നമുക്ക് ഉണ്ടായിരുന്നു. പിന്നീട് ആളുകൾ ഇതിനെക്കുറിച്ചിട്ട് പഠിക്കാൻ തുടങ്ങി. ഞങ്ങളും ഇതേപോലെ തന്നെ നമുക്ക് ആളുകളെ ഈ ERPയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഞങ്ങൾ ഒരു വിഷനായിട്ട് കാണുന്നതാണ്. അപ്പോൾ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിവിടുത്തെ വലിയ സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെയൊക്കെ പല പരിപാടികളും ഉണ്ടാകുമ്പോൾ അവിടെ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രൈമറി ഇതായിട്ട് വെച്ചിട്ടുണ്ട്. അത് ഒരു ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഈവൻ അവർ ഞങ്ങളെ ഇന്ന് സോഫ്റ്റ്വെയർ വാങ്ങിച്ചിട്ടില്ലെങ്കിലും വേറെ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാം അവർക്ക് എന്നുള്ള ഒരു അവയർനെസ് അവർക്ക് ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഇന്നത്തെ സ്ഥാപനങ്ങൾക്ക് ERP എങ്ങനെയാണ് ഇത്ര നിർണായകമായിട്ട് വരുന്നത്? ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞങ്ങളിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പുകൾ മുതൽ ഇവിടുത്തെ പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾ വരെ ഞങ്ങളുടെ ക്ലയൻസാണ്. ഇപ്പോൾ നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷനകത്തുള്ള കമ്പനികൾക്ക് ഞങ്ങൾ ERP കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ടുള്ള കല്യാൺ ഞങ്ങളുടെ ക്ലയൻറ്റാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും കേട്ടിട്ടുള്ള എൻട്രി ആപ്പിൽ ERP ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഞങ്ങളാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ ക്രംബ് എന്ന് പറയുന്ന നമ്മളുടെ ബേക്കറി ഇൻഗ്രീഡിയൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ് ക്രിസ്ത്യൻ ക്രംബ്. അതുപോലെ തന്നെ വജ്ര റബ്ബർ എന്ന് പറയുന്ന നമ്മുടെ ചന്ദ്രയാൻ പോലുള്ള ISROയ്ക്കൊക്കെ വേണ്ടിയിട്ടെല്ലാം സർവീസ് കൊടുക്കുന്ന ഒരു കമ്പനി. അതുപോലെ തന്നെ അക്വാടെക് കേട്ട് കാണും. അക്വാടെക് വാട്ടർ ടാങ്ക്സ്, കാരിസ് പൈപ്പ്, ശക്തിമാൻ BBC എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ ERP ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഞങ്ങളാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ ഷാരോൺ പൈപ്സ് എന്ന് പറയുന്ന
എനിക്ക് തോന്നുന്നു കേരളത്തിൽ സ്റ്റാർ കഴിഞ്ഞ സെക്കൻഡ് ലീഡിങ് PVC പൈപ്പ് മാനുഫാക്ചർ ആയിട്ടുള്ള ഷാരോൺ പൈപ്പ്സിൽ ERP ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഞങ്ങളാണ്. ഇത് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഇത് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞതാണ്. ഇതുപോലെ തന്നെ നമ്മൾ കേരളത്തിലുള്ള ബിസിനസ്സുകളെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതുകൂടാതെ നമ്മൾ മിഡിൽ ഈസ്റ്റിലും അതുപോലെ തന്നെ UK എല്ലാം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ കാര്യത്തിനും ഓരോ പെയിൻ പോയിന്റ്സ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞില്ലേ, റെലവൻസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ERP നമ്മൾ എവിടെ ഉപയോഗിക്കണം, അതായത് ഒരു കസ്റ്റമറുടെ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണറുടെ പെയിൻ പോയിന്റ് എന്താണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഏത് മേഖലയ്ക്കകത്താണ് ERP ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ കേസസാണ്. അപ്പോൾ നമ്മൾ ചില സ്ഥലത്ത് നമുക്ക് ഓൾറെഡി സോഫ്റ്റ്വെയറുകൾ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ സോഫ്റ്റ്വെയർ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ CRM ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും, സെയിൽസിന് വേണ്ടി വേറെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ടാവും, ഫിനാൻസിന് വേണ്ടി അക്കൗണ്ടിങ്ങിന് വേണ്ടി വേറെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ടാവും, E-commerce കൊണ്ട് വേറെ പ്ലാറ്റ്ഫോം ആയിരിക്കും, ഈ പറയുന്ന വെയർ ഹൗസ് മാനേജ് ചെയ്യുന്നത് വേറെ സോഫ്റ്റ്വെയർ ആയിരിക്കും. അപ്പോൾ ഇതൊന്നും നമ്മൾ യാതൊരു ബന്ധമില്ലാത്ത രീതിയിലായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു എൻ്റയർ ERP ഒറ്റ എക്കോസിസ്റ്റത്തിനകത്തേക്ക് വന്നാൽ മാത്രമേ ഇവർക്ക് ഇത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പോയിന്റിലാണ് ERP ഒരാൾക്ക് അത്യാവശ്യമായിട്ട് വരിക. അത് അവർ മനസ്സിലാക്കുന്ന ഒരു പോയിന്റിലാണ്, അല്ലെങ്കിൽ അവർ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന പോയിന്റിലാണ് അവർ നമ്മളടുത്തേക്ക് വരുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സോഫ്റ്റ്വെയറേ ഉണ്ടാവില്ല. അതായത് സോഫ്റ്റ്വെയർ അവർ ഉപയോഗിക്കുന്നില്ല, സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അവർ നിലവിലുള്ള ഏതെങ്കിലും മറ്റേ നമ്മൾ പറയുന്നത് പോലെ ഏതെങ്കിലും എക്സൽ ഷീറ്റുകളോ അല്ലെങ്കിൽ അവരായിട്ട് എന്തെങ്കിലും ചെയ്തു വെച്ചിരിക്കുന്ന ചെറിയ സോഫ്റ്റ്വെയറുകളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന, നിലവിൽ യാതൊരു സിസ്റ്റംസും ERP ഉപയോഗിക്കുന്ന തരത്തിലുള്ള യാതൊരു സിസ്റ്റംസും ഉപയോഗിക്കാത്ത തരം ക്ലയൻസ് ഉണ്ടാവും. അവിടെ നമ്മൾ ഒരു ERP ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ബിസിനസ് ഓണർ റിലൈസ് ചെയ്തിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടെക്നോളജിയുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത്രയും വോളിയം കൂടി നമുക്ക് കസ്റ്റമറിനെ മാനേജ് ചെയ്യണമെങ്കിൽ നമുക്ക് CRM വേണം എന്നുള്ള പോയിന്റിൽ, നമുക്ക് അക്കൗണ്ടിങ് നമുക്ക് മാനേജ് ചെയ്യണമെങ്കിൽ അത് എക്സൽ ഷീറ്റിനകത്ത് പോരാ, അതൊരു സോഫ്റ്റ്വെയറിലേക്ക് മാറണം. അപ്പോൾ നമുക്ക് വെയർ ഹൗസ് മാനേജ് ചെയ്യാൻ നമുക്ക് സോഫ്റ്റ്വെയർ ഉണ്ടായേ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് സ്റ്റോക്ക് മാനേജ് ചെയ്യാൻ നമ്മൾ E-commerce ആപ്ലിക്കേഷൻ നടത്തുന്നുണ്ട്, പക്ഷേ സ്റ്റോക്ക് എത്രയും നമുക്കറിയാതെ നമുക്ക് E-commerce നടത്താൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ തമ്മിൽ കണക്റ്റഡ് ആയാൽ മാത്രമേ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ള പോയിന്റിലാണ് ഈ ആളുകൾ ERP മാറുന്നത്. പിന്നെയുള്ള ഒരു സെനാരിയോ എന്ന് പറയുന്നത് നിലവിൽ അവർ ERP തന്നെ ഉപയോഗിക്കുന്നുണ്ടാവും, വേറെ ഏതെങ്കിലും ERPകൾ ഉപയോഗിക്കുന്നുണ്ടാവും. അത് ചിലപ്പോൾ ഒരു പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ERP ആയിരിക്കാം. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇന്ന് ഓപ്പൺ സോഴ്സ് ആണ്. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ മന്ത്ലി പെർ യൂസർ ലൈസൻസിങ് ഉള്ള സോഫ്റ്റ്വെയറുകൾ നമ്മൾ പലപ്പോഴും അങ്ങനത്തെ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ സബ്സ്ക്രിപ്ഷൻ യൂസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ നമുക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ആളുകൾ അവരുടെ പല മേഖലയ്ക്കകത്തും ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ലാർജ് എമൗണ്ട്. ഈ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറുകൾക്ക് വലിയ കോസ്റ്റ് തന്നെയാണ് നമ്മൾ കമ്പനികൾ കൊടുക്കുന്നത്. അപ്പോൾ അത് ഒരു ലോങ് ടൈമിലേക്ക് അവർ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഫിനാൻഷ്യലി അവർക്കത് വയബിൾ അല്ലാത്ത സിറ്റുവേഷനിൽ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ERPകളിലേക്ക് മാറാൻ, അതായത് ഇപ്പോൾ ബിസിനസ് ഓണേഴ്സിന് അറിയാം എല്ലാ കാര്യങ്ങൾക്കും ഒരു ഓപ്പൺ സോഴ്സ് ബദലുണ്ടെന്ന്. അത് പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയറുകളാണ് എല്ലാ സോഫ്റ്റ്വെയറും. ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഓപ്പൺ സോഴ്സ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം വിൻഡോസിന് ബദലായിട്ട് നമുക്ക് ലിനക്സ് ഉണ്ടെന്ന്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിനകത്ത് ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് എന്ന് പറയുന്നതാണ് ലോകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രൗസേഴ്സ്, ഇപ്പോൾ ഫയർഫോക്സ് എന്ന് പറയുന്ന ബ്രൗസർ ഓപ്പൺ സോഴ്സാണ്. അങ്ങനെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് നമ്മളെല്ലാവരും ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാലോ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഓപ്പൺ സോഴ്സിന് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടിയൊരു സ്റ്റേറ്റാണ് കേരളം. കാരണം കേരളത്തിനകത്ത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെല്ലാം ലിനക്സ് ആണ് ഉപയോഗിക്കുന്നത്. ഓപ്പൺ സോഴ്സ് ബദലുകൾ അന്വേഷിച്ചിട്ട് വരുന്ന ആളുകൾ അവസാനം എത്തുക ERP നെക്സ്റ്റിലായിരിക്കും. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ERP നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻ്റയർ സോഴ്സ് ഓപ്പൺ ആയിട്ടുള്ള, മുഴുവൻ സോഴ്സും ഓപ്പൺ ആയിട്ടുള്ള ഒരു ERP സോഫ്റ്റ്വെയർ ആണ്. ബ്രാൻഡ് സ്റ്റോറീസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ബിസിനസ് ലോകത്തെ കൂടുതൽ പുതിയ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം അടുത്ത എപ്പിസോഡ്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.